അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിന്റെ ദുറൂസിൽ ഇഹ്സാനിലെ അദ്ദറസുസ്സാലിസ് വേഷം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ വേഷവിധാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ തദ്രിബാത്ത് കൂടി നോക്കാം. സഹൽ ഇബ്നു ഹൻളലിയ്യ എന്നു പേരുള്ള ഒരു സ്വഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഹുറൈമുൽ അസദിയ ഒരു നല്ല മനുഷ്യനാണ്, എന്നാൽ മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇത് കേട്ട സഹാബികളിൽ ചിലർ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറയ്ക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം വേഷവിധാനത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം. നമ്മുടെ വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം. ദുർമാർഗികളെ അനുകരിക്കരുത്. സ്ത്രീ തലമുടി കളയരുത്. പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്. ക്രോപ്പ് ചെയ്യരുത്. അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. പുരുഷൻ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ഇത്രയാണ് പാഠഭാഗം. നമുക്കതിൻ്റെ തദ്രിബാത്തിലെ ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹുറൈമുൽ അസദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ ശീലങ്ങൾ ഏവ? മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം. ഈ ശീലമാണ് ഹുറൈമുൽ അസദിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ 2 ശീലങ്ങൾ. അത് എഴുതാം. അടുത്ത രണ്ടാമത്തത്, തൻ്റെ വേഷത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൃപ്തി പ്രകടിപ്പിച്ചത് അറിഞ്ഞപ്പോൾ ഹുറൈം റളിയല്ലാഹു അൻഹു ചെയ്തത് എന്തായിരുന്നു? ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറയ്ക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. ഇതാണ് ഹുറൈമുൽ അസദിയ ചെയ്തത്. അത് 2ന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വേഷവിധാനം ഏതാണ്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അടുത്തത് പ്രയോഗിക്കാം. അവിടെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ, ജുമുഅക്ക് ധരിക്കാനായി എനിക്ക് ഒരു പ്രത്യേക വസ്ത്രം ഉണ്ടായിരിക്കും. നമ്മൾ ജുമുഅക്ക് പള്ളിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക്, പുരുഷന്മാരാണല്ലോ പള്ളിയിൽ പോകുക, അവർക്ക് പ്രത്യേകമായിട്ടൊരു വസ്ത്രം ജുമുഅക്ക് പോകുമ്പോൾ ധരിക്കാനുള്ളതാണെന്ന് കരുതി നമ്മൾ മാറ്റിവെക്കും. ആ രീതി ഉണ്ടായിരിക്കണം. അതിനായിട്ട് പ്രത്യേക ഒരു വസ്ത്രം, അത് വെള്ളയാവല് സുന്നത്താണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒരു പ്രത്യേക വസ്ത്രം അതിനായിട്ട് മാറ്റി വെക്കുക. അതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാം. ഇനി അടുത്തത് എന്താണ്? അന്വേഷിക്കാനാണ്. വെള്ള വസ്ത്രത്തിൻ്റെ ഗുണങ്ങളും പ്രാധാന്യങ്ങളും. എന്താണ്? വെള്ള വസ്ത്രമാണ് പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം. വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ള വസ്ത്രമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കാറുള്ളതും വെള്ള വസ്ത്രങ്ങളായിരുന്നു. നബി തങ്ങളുടെ സുന്നത്ത് സംരക്ഷിക്കുന്നവർ വെള്ള വസ്ത്രം ധരിക്കുക. എപ്പോഴും വൃത്തിയോടെ നിലനിൽക്കാൻ വെള്ള വസ്ത്രം നമ്മെ സഹായിക്കും. വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായത് വെള്ളയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ പാഠത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ത്? വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ചോദ്യമായിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് ചോദ്യം വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അപ്പൊ അവിടെ പോയിന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയുള്ള ഇതാവണം, വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, ദുർമാർഗികളെ അനുകരിക്കരുത്, സ്ത്രീ തലമുടി കളയരുത് എന്നൊക്കെ പറഞ്ഞ പോയിന്റുകൾ. അപ്പൊ അവിടെ മനസ്സിലാക്കുക. അപ്പൊ അവിടുന്ന് 2 എണ്ണം എഴുതുക, 3 എണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ എണ്ണം മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെ പുരുഷന് ധരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്നാ പുരുഷന് ഒരു വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.